सहनाववतु सहनौ भुनक्तु सह वीर्यङ्करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। नायमात्मा प्रवचनेन लभ्यो न मेधया न बहुना श्रुतेन यमेवैष वृणुते तेन लभ्यः तस्यैष आत्मा विवृणुते तनुं स्वाम्। न्यायमात्मा प्रवचनेन अनेक वेद स्वीकरणेन लभ्यः ज्ञेयः नापि मेधया ग्रन्थार्थधारणशक्तिया न बहुना श्रुतेन केवलेन। केन तर्हि लभ्यः इत्युच्यते यमेव स्वात्मानम् एष साधकः वृणुते प्रार्थयते तेन एव आत्मना वरित्रा स्वयं आत्मा लभ्यः ज्ञायते एवम् इत्येतद्। निष्कामस्य आत्मानमेव प्रार्थयतः आत्मना एव आत्मा लभ्यते इत्यर्थः। न अयम् आत्मा प्रवचनेन अनेक वेद स्वीकरणेन लभ्यः ज्ञेयः नापि मेधया ग्रन्थार्थधारणशक्तिया न बहुना श्रुतेन केवलेन। तर्हि केन लभ्यः इत्युच्यते यम् एव स्वात्मानम् एष साधकः वृणुते प्रार्थयते तेन एव आत्मना वरित्रा स्वयं आत्मा लभ्यः ज्ञायते एवम् इत्येतत्। निष्कामस्य आत्मानमेव प्रार्थयतः आत्मना एव आत्मा लभ्यते इत्यर्थः। അപ്പോൾ അയം ആത്മാ പ്രവചനേന ലഭ്യ. പ്രവചനം എന്നുള്ളതിന് ഭാഷ്യകാരൻ അനേക വേദസ്വീകരണേന എന്നാണ് അർത്ഥം പറയുന്നത്. അനേക വേദങ്ങളെ പഠിച്ചതുകൊണ്ട്, ബഹുവേദങ്ങളെ പഠിച്ചു, അതുകൊണ്ടൊന്നും ആത്മജ്ഞാനം ഉണ്ടാവില്ല. അതാണ് ഇവിടെ പ്രവചനത്തിന് അർത്ഥം പറയുന്നത്. പ്രവചനത്തിന് നമുക്ക് മറ്റേ അർത്ഥം എടുക്കാം, നേരത്തെ പറഞ്ഞ അർത്ഥം എടുക്കാം. പ്രവചനങ്ങളെ കേട്ടതുകൊണ്ടോ പ്രവചനങ്ങളെ ചെയ്തതുകൊണ്ടോ ആത്മജ്ഞാനം ഉണ്ടാവില്ല. അനേക വേദ സ്വീകരണം കൊണ്ട് ആത്മാജ്ഞാനം ഉണ്ടാവില്ല. ന ലഭ്യ ന മേധയ ഗ്രന്ഥാർത്ഥധാരണ ശക്തിയ. ധാരാളം ഗ്രന്ഥങ്ങളെ ഗ്രഹിക്കാനും ധരിക്കാനുമുള്ള ശക്തി കൊണ്ട് ആത്മജ്ഞാനം ഉണ്ടാവില്ല. അതുകൊണ്ട് ഗ്രന്ഥങ്ങളുണ്ടാവും. ജീവിക്കുന്ന സഞ്ചരിക്കുന്ന വലിയ എൻസൈക്ലോപ്പീഡിയ ആയിട്ട് തീരാം, പക്ഷെ ആത്മജ്ഞാനം ഉണ്ടാവില്ല. ന ബഹുനാ ശ്രുതേന, ഒരുപാട് കേട്ടത് കൊണ്ടും ഇല്ല. അവിടെ ഭാഷ്യകാരൻ ചേർക്കാണ് കേവലേന. അപ്പോൾ വേദം വേണ്ട എന്നല്ല അർത്ഥം, മേധ വേണ്ട എന്നല്ല അർത്ഥം, ബഹുശ്രുതത്വം വേണ്ട എന്നല്ല അർത്ഥം. പക്ഷെ കേവലേന, അതിനെക്കൊണ്ട് മാത്രം ആത്മജ്ഞാനം ഉണ്ടാവില്ല. ഞാനൊക്കെ എത്ര കേട്ടതാ അല്ലേ, അങ്ങനെ പലരും പറയുന്നതാ. സത്സംഗത്തിന് വരൂ കേട്ടോ, ഞാനൊക്കെ എത്ര കേട്ടതാ. പിന്നെ സ്വാമിക്ക് പറയണം, ഒരാളെ മുമ്പിൽ കേൾക്കാർക്ക് ഇരുന്നാലല്ലേ പറയാൻ പറ്റൂ. അതിന് വേണ്ടി ഞാൻ വന്നിട്ട് ഇരുന്ന് തരാം. ബഹുനാശ്രുതേന. പിന്നെ എങ്ങനെ ലഭിക്കും ചോദ്യം. കേന തർഹി ലഭ്യ. പറയാം. യം ഏവ സ്വാത്മാനം ഏഷ സാധക വൃണുത. ഈ സാധകൻ യാതൊരാത്മാവിനെ തന്നെ വരിക്കുന്നുവോ, മറ്റെല്ലാം അപ്രസക്തമായി.
മറ്റെല്ലാം അപ്രസക്തമായി. അതുവരെ നമ്മൾ മറ്റു പലതിനെയും വരിക്കും. ഇവിടെ ലളിതമായിട്ട് ശ്രീരാമകൃഷ്ണദേവൻ്റെ ഒരു ആഖ്യാനമുണ്ട്, വളരെ ലളിതമായിട്ട്. അമ്മയ്ക്ക് പല പണികളുണ്ട് അടുക്കളയിൽ. കുഞ്ഞുണ്ട്, കൊച്ചു കുഞ്ഞ്. അപ്പോൾ കുഞ്ഞിന് കളിപ്പാട്ടം ഇട്ട് കൊടുക്കും. അപ്പോൾ കുഞ്ഞ് കളിപ്പാട്ടമായിട്ട് കളിച്ചോളും. കുറേ നേരം കഴിഞ്ഞാൽ മടുക്കുമ്പോൾ കുഞ്ഞ് അമ്മയെന്ന് വിളിക്കുമ്പോൾ പുതിയൊരു കളിപ്പാട്ടം കൊടുക്കും. അപ്പോൾ സന്തോഷമായി ആ കളിപ്പാട്ടമായിട്ട് ഇരുന്നു. കുറച്ചും കൂടി കഴിഞ്ഞാൽ വീണ്ടും അമ്മയെന്ന് വിളിച്ചാൽ പുതിയൊരു കളിപ്പാട്ടം ഇട്ട് കൊടുക്കും. ഇങ്ങനെ ഒരു 3-4 കളിപ്പാട്ടം വരെയൊക്കെ കുഞ്ഞിന് സന്തോഷമാണ്. ഇനി കളിപ്പാട്ടം ഇട്ട് കൊടുത്താലോ അമ്മേൻ്റെ നേർക്കാൻ എറിയും അത്. ഇനി അമ്മ മാത്രം. ഇനി ഒന്ന് എടുത്ത് പാല് കൊടുത്ത് താലോലിക്കണം. ഇത് തന്നെയാണ്. അതുവരെ നമുക്ക് ആ കളിപ്പാട്ടം വേണം, ഈ കളിപ്പാട്ടം വേണം, പണം വേണം, ആണ് വേണം, പെണ്ണ് വേണം, സ്ഥാനമാനങ്ങൾ വേണം, പദവികൾ വേണം. എല്ലാം വിട്ടു, എല്ലാം അപ്രസക്തമായി. കേവലം ആത്മജ്ഞാനം മാത്രം. അങ്ങനെ വരിക്കുന്നത് ആരോ തേന ആത്മന വരിത്ര, അങ്ങനെയുള്ള വരിക്കുന്നവനാൽ സ്വയമേവ ആത്മാ ലഭ്യ, സ്വയമേവ ആത്മാവില്ല, വേറൊരു വസ്തുവല്ല. ആത്മാ ലഭിക്കപ്പെടേണ്ട വസ്തുവല്ല, അറിയപ്പെടേണ്ട വിഷയമല്ല, അറിയുന്നവന്റെ സ്വരൂപമാണ്. അതുകൊണ്ട് സ്വയമേവ ആത്മാ വെളിപ്പെടുന്നു. ജ്ഞായതേ ഏവം ഇത്, ഇപ്രകാരം സംശയമില്ല, സംശയം നീങ്ങി. അങ്ങനെ തന്നെയാണോ അല്ലയോ? ഏത് കൂതാർക്കികൻ എന്ത് വാദം ഉന്നയിച്ചാലും പിന്നെ ഇളക്കല്ല. ആത്മാവ് ശുദ്ധമാണ്, ആത്മാവ് അശുദ്ധമാണ്, ഏകമാണ്, അനേകമാണ്, നിത്യമാണ്, അനിത്യമാണ്, എന്ത് പറഞ്ഞാലും ഒരു കുലുക്കവും ഇല്ല. സന്തോഷം. അത്രയേ ഉള്ളൂ. ഒരാൾ പറഞ്ഞു സഗുണമാണ്, സന്തോഷം. വേറൊരാൾ പറഞ്ഞു നിർഗുണമാണ്, വളരെ സന്തോഷം. കാരണം ഇയാൾക്ക് അറിഞ്ഞു വെച്ചിരിക്കുകയാണ് ഞാനാന്ന്. പിന്നെന്താ? നിഷ്കാമസ്യ ആത്മാനമേവ പ്രാർത്ഥയതഃ ആത്മനാ ഏവ ആത്മാ ലഭ്യതേ. നിഷ്കാമനായി ആത്മാവിനെ മാത്രം വരിക്കുന്നവനാൽ ആത്മാവിനെ സ്വയം പ്രകാശിക്കുന്നു. ഇതാണ് താല്പര്യം. ഇതാ മാത്രമേ വഴിയുള്ളൂ, വേറെ വഴിയില്ല. ബാക്കി ഏത് വഴി വേണമെങ്കിൽ നോക്കാം, നോക്കണേന്നൊരു വിരോധവും ഇല്ല. ഒരു വഴി നോക്കണ്ടെന്ന് ആചാര്യം പറഞ്ഞിട്ടില്ല. നോക്കൂ, കഥം ലഭ്യതേ ഇത്യുച്യതേ തസ്യ ആത്മകാമസ്യ ഏഷ ആത്മാ വിവൃണുതേ പ്രകാശയതി പാരമാർത്ഥികീം തനൂം സ്വാം സ്വകീയാം സ്വയാഥാത്മ്യമിത്യർത്ഥഃ. കഥം ലഭ്യതേ ഇത്യുച്യതേ തസ്യ ആത്മകാമസ്യ ഏഷ ആത്മാ വിവൃണുതേ പ്രകാശയതി പാരമാർത്ഥികീം തനൂം സ്വാം സ്വകീയാം സ്വയാഥാത്മ്യം ഇത്യർത്ഥഃ. അങ്ങനെയുള്ള ആൾക്ക് കേവലം ആത്മകാമൻ, മറ്റെല്ലാ കാമവും പോയി, മറ്റെല്ലാ സങ്കല്പങ്ങളും പോയി. ഒന്നൊന്നായി എണ്ണി തൊട്ടെണ്ണും പൊരുളെല്ലാം ഒടുങ്ങി, എല്ലാ പൊരുളും ഒടുങ്ങി. ഇപ്പൊ തന്നിൽ തന്നെ ഉറച്ചു, നിന്നിടും ദൃക്ക്. അങ്ങനെയുള്ള ആൾക്ക് ആത്മകാമന് ആത്മാവിവൃണുതേ പ്രകാശയതി, സ്വയം പ്രകാശിക്കുന്നു. പാരമാർത്ഥികയും തനൂം സ്വാം, തൻ്റെ പാരമാർത്ഥിക രൂപത്തെ, യാഥാത്മ്യത്തെ. പക്ഷെ ഇത് പഠിക്കുമ്പോൾ മറ്റൊന്നുകൂടി ശ്രദ്ധിക്കണം. അതെന്താ? കിഞ്ചാന്യത് മാത്രമല്ല, നാ വിരതോ ദുശ്ചരിതാത് നാ ശാന്തോ നാ സമാഹിതഃ നാ ശാന്തമാനസോ വാപി പ്രജ്ഞാനേനൈനമാപ്നുയാത്.
നാവിരതോ ദുശ്ചരിതാത് നാശാന്തോ നാസമാഹിതഃ നാശാന്തമാനസോ വാപി പ്രജ്ഞാനേനൈനമാപ്നുയാത്. ഒന്ന് മുറിച്ച് പറയാം, കുറച്ച് പ്രയാസമുള്ളതുകൊണ്ട്. ന അവിരതഃ, കേട്ടാൽ മതി, നോക്കിയാൽ മതി, മാർക്ക് ചെയ്താൽ. ദുശ്ചരിതാത് ന അശാന്തഃ ന അസമാഹിതഃ ന അശാന്തമാനസഃ വാ അപി പ്രജ്ഞാനേന ഏനം ആപ്നുയാത്. ദുശ്ചരിതാത് അവിരതഃ അശാന്തഃ അസമാഹിതഃ അശാന്തമാനസഃ പ്രജ്ഞാനേന ഏനം ന ആപ്നുയാത്. ദുശ്ചരിതങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞിട്ടില്ലാത്തവൻ. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു, വിജ്ഞാനിയെ സംബന്ധിച്ച് ധർമ്മവും അധർമ്മവും പുണ്യവും പാപവും എല്ലാം അപ്രസക്തമാണെന്ന് നേരത്തെ പറഞ്ഞു. എന്നാൽ സാധകനെ സംബന്ധിച്ച് അവയ്ക്ക് പ്രസക്തിയുണ്ട്. ഒരു വിജ്ഞാനിയെ സംബന്ധിച്ച്, സത്യാത്മദർശിയെ സംബന്ധിച്ച് പുണ്യമില്ല, പാപമില്ല, ശരിയില്ല, തെറ്റുമില്ല, ധർമ്മമില്ല, അധർമ്മമില്ല, താൻ തന്നെയാണ്. എന്നാൽ സാധനാ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തെറ്റുകളെ ശരിയല്ല എന്ന് അന്ധകരണം വെളിപ്പെടുത്തുന്നവയെ ഒഴിവാക്കണം, നല്ലതെന്ന് ബോധിക്കുന്നവയെ ചെയ്യണം. ഇത് പാപകർമ്മമാണ്, ഇത് ചെയ്യാൻ പാടില്ല എന്ന് ശാസ്ത്രവും ഗുരുവും സ്വന്തം അന്ധകരണവും പറയുന്നത് തുടർന്നുകൂടാ. അപ്പൊ ദുശ്ചരിതത്തിൽ നിന്ന് പിന്തിരിഞ്ഞവനാകണം. ദുശ്ചരിതങ്ങളിൽ നിന്ന് പിന്തിരിയാത്തവൻ പ്രജ്ഞാനേന ഏനം നാപ്നുയാത്. പ്രജ്ഞാനം കൊണ്ട് ഇതിനെ അറിയില്ല. എത്ര ശാസ്ത്രജ്ഞാനം ഉണ്ടായാലും ശരി, വേദാന്തം മുഴുവൻ കലക്കി കുടിച്ചാലും ദുശ്ചരിതത്തിൽ നിന്ന് പിന്തിരിയാത്തവൻ ഇതിനെ അറിയില്ല. ദുശ്ചരിതങ്ങളിൽ നിന്ന് പിന്തിരിയണം. അവനെ പറ്റിക്കണം, അവളെ പറ്റിക്കണം, ഇങ്ങനെയുള്ള ചിന്തകൾ, ഇങ്ങനെയുള്ള വ്യവഹാരങ്ങൾ, അതാണ് ദുശ്ചരിതങ്ങൾ. കുടിലത, വക്രത, അങ്ങനെയുള്ള ദുശ്ചരിതത്തിൽ നിന്ന് പിന്തിരിയാത്തവന് പ്രജ്ഞാനം കൊണ്ട് ഇതിനെ പ്രാപിക്കാൻ കഴിയില്ല. അശാന്തഃ, സ്വയം ശാന്തനായിട്ടില്ല എങ്കിൽ പ്രജ്ഞാനം കൊണ്ട് ഇതിനെ പ്രാപിക്കാൻ കഴിയില്ല. ശമിക്കണം. ശാന്തനാവുക എന്ന് പറഞ്ഞാൽ ശമിക്കുക, മതി, തൃപ്തിയായി, ശമിച്ചു. അതുവരെ ഇങ്ങനെ നെട്ടോട്ടോടുക മനസ്സ്, ഇന്ദ്രിയങ്ങൾ പലതിൻ്റെ പിന്നാലെ, അത് വേണം, ഇത് വേണം, അങ്ങനെ വേണം, അങ്ങനെ വേണം. ഇപ്പൊ ശമിച്ചു, തന്നിൽ ഒതുങ്ങി ഇരുന്നു. അല്ലാത്തവൻ, ശാന്തനായിട്ടില്ലാത്തവൻ എത്ര ഗ്രന്ഥജ്ഞാനം ഉണ്ടെങ്കിലും ആത്മജ്ഞാനം ഉണ്ടാവില്ല. ശാന്തനാവണം. മൂന്നാമത് പറയുന്നു അസമാഹിത. സമാഹിതനല്ലാത്തവൻ നേടില്ല. അപ്പൊ സമാഹിതനാകണം, സമാധാനം വേണം. തൻ്റെ മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ബുദ്ധി ഇതൊക്കെ അടക്കം വരണം, തന്നിൽ അടങ്ങണം. ഇതൊക്കെ ഏകദേശം ഒരേപോലെയുള്ള പദങ്ങളാണ്. സമാഹിതനാകണം, സമാധാനവാനാവണം. സാധനാ സമ്പത്തിയിൽ സമാധാനം എന്നുള്ളത് വരുന്നുണ്ട്.
സമാഹിതമാവാതിരുന്നാൽ നമ്മുടെ മനസ്സ് പലതിൻ്റെ പിന്നാലെ തെളിച്ചുകൊണ്ടിരിക്കും. കാലം കഴിയും തോറും പലതിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടേയിരിക്കും. ഒരു 10-50 കൊല്ലം മുമ്പ് നമുക്ക് എന്തിൻ്റെയൊക്കെ പിന്നാലെ പോകാനുണ്ടായിരുന്നു? അന്നും ഉണ്ട്. 1000 കൊല്ലം മുമ്പ് എന്തിൻ്റെ പിന്നാലെ പോകാനുണ്ട്? അന്നും ഉണ്ട്. പക്ഷെ വസ്തുക്കൾ മാറി വരും. വസ്തുക്കൾ മാറി വരും. ടെക്നോളജി മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് വസ്തുക്കൾ മാറി വരും. പക്ഷെ ടെക്നോളജി എന്നും ഉണ്ടല്ലോ, ഇല്ലേ? ഉണ്ട്. ഇപ്പൊ ഭാഷ്യത്തിലൊക്കെ തമാശയാണ്. പല സ്ഥലത്തും സ്രക് ചന്ദനാദി എന്നൊക്കെയാ പറയുക. പൂമാല, ചന്ദനം തുടങ്ങിയവയുടെ പിന്നാലെയാണ്. ഇന്നിപ്പോൾ ആർക്കാ പൂമാല വേണ്ടേ? അന്നത്തെ കാലത്ത് അതൊക്കെയാണ് വലിയ ആകർഷണീയങ്ങളായ വിഷയങ്ങൾ. പൂമാല, ചന്ദനം. ഇന്നിപ്പോൾ ചന്ദനം പൂശണ പോയിട്ട് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെയാ കുളി തന്നെ. ഇല്ല, കുളി വളരെ കുറഞ്ഞു. കുട്ടികൾ കുളിക്കണേ ഇല്ല, വളരെ കഷ്ടമാണ്. കുളി കുറഞ്ഞു. കാലത്തിനനുസരിച്ച് മാറ്റം വരും. വസ്ത്രധാരണത്തിന്റെ സങ്കല്പം മാറും. എന്നാലും പലതിൻ്റെ പിന്നാലെ നമ്മളിങ്ങനെ ഓടും. അതാണ്. നാളെ നമ്മളൊരു മോളടുത്ത് ഇരുന്ന് ഞങ്ങൾ യാത്ര ചെയ്യുമ്പോഴോ, എനിക്കറിയാം, സംഗതി അറിയാഞ്ഞിട്ടൊന്നുമല്ല. എന്നാലും ഞാൻ ആദ്യം അവളുമായിട്ട് വലിയ ലോഹിയായി. ആദ്യം, എന്നിട്ടല്ലേ ചോദിക്കാൻ പറ്റൂ. ആദ്യം ചോദിച്ചാൽ അടി കിട്ടും. ഞങ്ങൾ തമ്മിൽ വലിയ കമ്പനിയായി, ലോഹിയായി. അപ്പം ഞാൻ ചോദിച്ചു, അല്ല മോൾ എന്തിനങ്ങനെ കീറിയ വസ്ത്രം തുന്നിക്കൂടെയിരുന്നോ? തുന്നിക്കൂടെയിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, സ്വാമി ഇത് കീറിയതല്ല, ഇങ്ങനത്തെ മേടിക്കണതിന് വില കൂടുതലാണ്. അറിയാത്തോണ്ടല്ല. അപ്പം ജീൻസ് മുഴുവൻ കീറി. എവിടെയൊക്കെ കാണിക്കണ്ട എന്നുള്ള ഉദ്ദേശത്തിലാണോ നമ്മൾ വസ്ത്രം ധരിക്കണത്, അതൊക്കെ കാണിച്ചുകൊണ്ടാണ്. എന്തൊക്കെ കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വസ്ത്രം ധരിക്കുക, അതൊക്കെ കാണിക്കണ വസ്ത്രമാണ്. അതിന് വില കൂടുതലാണത്രേ. എന്തൊരു, നമ്മൾ എങ്ങോട്ടാ പോണത്? കീറിയതിന് വില കൂടുതൽ, കീറാത്തതിന് വില കുറവ്. അത് പല പ്രത്യേക സ്ഥലങ്ങളിലൊക്കെ കയറും. പണ്ട് നമ്മളൊക്കെ തുന്നി 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 എന്നിട്ട് അവസാനം തുന്നാൻ ഇടം ഉണ്ടാവില്ല. എന്നിട്ട് കണ്ടം വെച്ച് തുന്നും. കണ്ടം വെച്ച് തുന്നിയിട്ട് അമ്മേനോട് നല്ല അടിയും കിട്ടും. കാരണം ഇനിയും കീറി വന്നാൽ ഇതൊരു കൊല്ലത്തേക്ക് ഉപയോഗിക്കേണ്ട ട്രൗസേഴ്സാണ്. 1 മാസം കൊണ്ട് തന്നെ കീറി നീ. പക്ഷെ സ്കൂളിൽ ചെല്ലുമ്പോൾ ഈ ഇങ്ങനെ സ്റ്റെപ്പുണ്ട് താഴെ മുറ്റത്തുനിന്ന് മുകളിലേക്ക്. അതിൻ്റെ 2 സൈഡിലും സിമെൻറ്റിൻ്റെ ഇങ്ങനെ കാണാം. അത് കാണുമ്പോൾ അമ്മേൻ്റെ അടിയും ഒക്കെ മറക്കും. വീണ്ടും അയിമലിരിക്കും. പിറ്റേന്ന് വീണ്ടും കീറി വരും. അപ്പം നമ്മൾ തുന്നി ജീവിച്ചവരാ. ഇത് നേരെ തിരിച്ചാണ്, ഇത് കീറി ജീവിക്കുക. എന്തൊരു മാറ്റാന്ന് ആലോചിച്ച് നോക്കൂ. ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. കാലത്തിനനുസരിച്ച് അതിനെ നമ്മൾ എതിർക്കാൻ പോകരുത് കേട്ടോ. എതിർക്കരുതേ. എതിർത്താൽ വിഡ്ഢിയാവും. കുട്ടികൾ തലമുടി നരപ്പിച്ച് നടക്കുക, വയസ്സായവർ തലമുടി കറപ്പിച്ച് നടക്കുക. എന്താ? അമ്മ ഡൈ അടിച്ചിട്ട് കറപ്പിക്കുക, മോള് ഡൈ അടിച്ചിട്ട് വെളുപ്പിക്കുക. അല്ലേ? ശരിയല്ല? ആണോ അല്ലയോ? എന്ത്? ഇതാണ് മാർക്കറ്റിങ്ങിന്റെ വിജയമാണത്. മുഴുവൻ മാർക്കറ്റിംഗ് ടെക്നോളജിയുടെ വിജയം. നമ്മൾ എന്താ ചെയ്യണം നമുക്കറിയുന്നില്ല. പിന്നെ ക്യാൻസർ വരുമ്പോൾ മേപ്പെട്ട് നോക്കും. ഈ ഡൈ അടിച്ചിട്ട് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ പിന്നെ മേപ്പെട്ട് നോക്കുകയായി. അയ്യോ എൻ്റെ സ്വാമി, വേണ്ടിയില്ലായിരുന്നു. അതെ, ഡൈ കൊണ്ട് ഡൈ അല്ലേ? ശരി. പിന്നെ ക്യാൻസറിൻ്റെ ഡൈ കയറ്റുക, അത് ഉള്ളിൽ കയറ്റുക, ഉള്ളിൽ ഡൈ കയറ്റണം. പിന്നെ ഇത് ചിന്തിക്കുക. ഇതൊക്കെ എക്കാലവും പ്രസക്തമായ വിഷയങ്ങളായത്, എക്കാലവും. അപ്പോ ഒരു നിയന്ത്രണമില്ലാതെ പോവുകയാണ് മനസ്സ്. ഇത് ചെയ്യും.
അസമാഹിത. ന അശാന്തമാനസഃ, ശാന്തമനസ്കനായിട്ടില്ലാത്തവൻ, മനസ്സിന് ശാന്തി വന്നിട്ടില്ലാത്തവൻ, അവനാണല്ലോ അങ്ങനെ ഭ്രമിച്ചുകൊണ്ട് നടക്കുന്നത്. ഇങ്ങനെയുള്ള ഒരാൾക്ക് എത്ര ശാസ്ത്രം പഠിച്ചാലും ന ആപ്നുയാത്. നേരത്തെ അശാന്തനും ഈ അശാന്തനും ഇപ്പോൾ ഒന്ന് തന്നെയല്ലേ എന്ന് വെച്ചാൽ ഒന്ന് തന്നെയാണ്. എന്നാലും ഒന്നും കൂടി പറഞ്ഞു, അത്ര കൂട്ടിയാൽ മതി. ശാന്തമായ മനസ്സോടൊത്തവനാകണം, എല്ലാ മേഖലയിലും ശമിക്കണം, സമാഹിതനാകണം, ദുശ്ചരിതങ്ങളിൽ നിന്ന് പിന്തിരിയണം. ഇത്രയാണ് മൊത്തം സിദ്ധാന്തം. എന്നാ ആത്മജ്ഞാനത്തിലേക്ക് പോവാം. ന ദുശ്ചരിതാത് പ്രതിഷിദ്ധാത് ശ്രുതി സ്മൃതി അവിഹിതാത് പാപകർമ്മണഃ അവിരതഃ അനുപരതഃ നാപി ഇന്ദ്രിയ ലൗല്യാത് അശാന്തഃ അനുപരതഃ നാപി അസമാഹിതഃ അനേകാഗ്രമനാഃ വിക്ഷിപ്തചിത്തഃ സമാഹിതചിത്തഃ അപി സൻ സമാധാനഫലാർത്ഥിത്വാത് നാപി അശാന്തമാനസഃ വ്യാപൃതചിത്തഃ പ്രജ്ഞാനേന ബ്രഹ്മവിജ്ഞാനേന ഏനം പ്രകൃതമാത്മാനം ആപ്നുയാത് യസ്തു ദുശ്ചരിതാത് വിരതഃ ഇന്ദ്രിയലൗല്യാച്ച സമാഹിതചിത്തഃ സമാധാനഫലാത് അപി ഉപശാന്ത മാനസഃ ച ആചാര്യവാൻ പ്രജ്ഞാനേന യഥോക്തമാത്മാനം പ്രാപ്നോതി ഇത്യർത്ഥഃ. ന ദുശ്ചരിതാത് പ്രതിഷിദ്ധാത് ശ്രുതിസ്മൃത്യവിഹിതാത് പാപകർമ്മണഃ അവിരതഃ അനുപരതഃ ന അപി ഇന്ദ്രിയലൗല്യാത് അശാന്തഃ അനുപരതഃ ന അപി അസമാഹിതഃ അനേകാഗ്രമനാഃ വിക്ഷിപ്തചിത്തഃ സമാഹിതചിത്തഃ അപി സൻ സമാധാനഫലാർത്ഥിത്വാത് നാപി അശാന്തമാനസഃ വ്യാപൃതചിത്തഃ പ്രജ്ഞാനേന ബ്രഹ്മവിജ്ഞാനേന ഏനം പ്രകൃതം ആത്മാനം ആപ്നുയാത് യസ്തു ദുശ്ചരിതാത് വിരതഃ ഇന്ദ്രിയലൗല്യാച്ച സമാഹിതചിത്തഃ സമാധാനഫലാദപി ഉപശാന്തമാനസഃ ച ആചാര്യവാൻ പ്രജ്ഞാനേന യഥോക്തം ആത്മാനം പ്രാപ്നോതി ഇത്യർത്ഥഃ. അപ്പൊ ദുശ്ചരിതത്തിൽ നിന്ന് പിന്തിരിഞ്ഞിട്ടില്ലാത്തവൻ. എന്താണ് ദുശ്ചരിതം? ഇവിടെ ഭാഷ്യകാരൻ പറയാണ്, ശ്രുതി സ്മൃതി അവിഹിതാത് പ്രതിഷിദ്ധാത്, പ്രതിഷേധിക്കപ്പെട്ട് ചെയ്യരുത് എന്ന് വിലക്കപ്പെട്ടത്. ശ്രുതി വേദത്താൽ, സ്മൃതി ഇതര ശാസ്ത്രങ്ങളാൽ, ആചാര്യന്മാരാൽ ഒക്കെ വിലക്കപ്പെട്ടത്. അരുത് എന്ന് പറഞ്ഞാൽ ചെയ്യരുത്. കാലഘട്ടത്തിന് വ്യത്യാസം ഉണ്ടാവും, അതുകൊണ്ടാണ് ആചാര്യനെ പറഞ്ഞത്. ശ്രുതി സ്മൃതി, സ്മൃതിക്ക് കാലഘട്ടത്തിനനുസരിച്ച് മാറ്റമുണ്ട്. ശ്രുതി മാറില്ല, ശ്രുതി എല്ലാ കാലവും ഒന്ന് തന്നെയാണ്. ശ്രുതിക്ക് മാറ്റം വരാനില്ല, സ്മൃതിക്ക് മാറ്റം വരും. സ്മൃതി മാറിക്കൊണ്ടേയിരിക്കും, കാലത്തിനനുസരിച്ച് മാറും, ദേശത്തിനനുസരിച്ച് മാറും. കാലം മാത്രമല്ല, ഒരു ദേശത്തുള്ള സദാചാരം വേറൊരു ദേശത്ത് സദാചാരമാവില്ല. ഞാൻ ആദ്യമായിട്ട് അമേരിക്കയിൽ പോയപ്പോൾ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. അതായത് ഞാൻ പ്രഭാഷണം ചെയ്യാണ്, ഇത് 10-15 വർഷമായി പ്രഭാഷണം ചെയ്യാണ്. അപ്പോൾ ചില ആശയങ്ങൾ പറയുമ്പം കൂക്കുകയാണ്, ഹോളിലിരിക്കുന്നവർ കൂക്കി വിളിക്കുന്നു. അപ്പം നമ്മൾ ഇവിടെ കേരളത്തിൽ കൂക്കി വിളിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അപമാനിക്കുകയാണ്.
ഇവിടെ കൂക്കി വിളിക്കുക, അവമാനിക്കുക. അമേരിക്കയിൽ കൂക്കി വിളിക്കുക സന്തോഷമാണ്, അതിനെ പ്രശംസിക്കുകയാണ്, സന്തോഷം പ്രകടിപ്പിക്കുക കൂക്കിയിട്ട്. എന്തൊരു കഷ്ടം അത്. രണ്ടാമത് പോയപ്പോൾ പിന്നെ പ്രശ്നമല്ല, അപ്പോൾ കൂക്ക് കേട്ടില്ലെങ്കിലാ പ്രശ്നം. കൂക്ക് തന്നെയാ. മുത്തശ്ശിമാരൊക്കെ ഇരുന്ന് കൂക്കൽ കാണണ്ടേ? അതെ. അതുപോലെ തന്നെ ഉണ്ടായിരുന്നു ആദ്യകാലത്ത് ഇവിടെ വന്നിട്ട്. ആദ്യകാലത്ത് തെക്കൻ കേരളത്തിൽ പ്രഭാഷണത്തിന് പോയപ്പോൾ അമ്പലത്തിലേക്ക് പോകുമ്പോൾ കുരവിടുക ഒന്നായിട്ട്. ഇതെന്താ അത് ഇവർക്ക് പറ്റിയെന്ന്. അത് സ്വീകരണമാണ്, ബഹുമാനമാണ്. ഇവിടെ അങ്ങനെ ചെയ്താൽ അപമാനമാണ്. അപ്പോൾ പ്രദേശത്തിനനുസരിച്ച് മാറ്റമുണ്ട്. ഒരാൾ വരുമ്പോൾ ഇവിടെ അങ്ങനെ കുരവിട്ട് കഴിഞ്ഞാൽ അയാൾ അവമാനിച്ച് പോടാ എന്ന് പറയുന്നത് തുല്യ. അതേ സമയത്ത് തെക്കൻ കേരളത്തിൽ അത് ചെയ്താൽ വലിയ ബഹുമാനപൂർവ്വം സ്വീകരിക്കുകയാണ്, സന്തോഷമാണ്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടില്ലാച്ചാൽ വലിയ പ്രശ്നമാണ്. അതെ. കേരളത്തിൽ പൊതുവെ, കേരളത്തിലും തമിഴ്നാട്ടിലും ഇലയിൽ ഭക്ഷണം തരും, ചോറ്. അതെ. കഴിച്ചു കഴിഞ്ഞ് ചില നാട്ടിൽ അങ്ങോട്ട് മടക്കാൻ പാടില്ല, ചില നാട്ടിൽ ഇങ്ങോട്ട് മടക്കാൻ പാടില്ല. എന്തൊരു വല്ലാപ്പ ഭഗവാനെ. ഇപ്പോൾ ഒരു ചെറിയൊരു നാട്ടിൽ മാത്രം ജീവിക്കുന്നവർക്ക് പ്രശ്നമല്ല, അവനവൻ്റെ ആചാരം ചെയ്താൽ മതി. നമ്മളെപ്പോലെ തെണ്ടികൾ എന്ത് ചെയ്യും? പകുതി അങ്ങോട്ടും മടക്കും, പകുതി ഇങ്ങോട്ടും മടക്കും. ഒരു പ്രശ്നം. ചിദാനന്ദപുരസ്വാമി നല്ല സ്വാമിയാണ്. ഞാനങ്ങനെയാണ്, സത്യം പറയുക. പകുതി അങ്ങോട്ടും മടക്കും, പകുതി ഇങ്ങോട്ടും മടക്കും. എങ്ങനെയാ കീറുക? എന്തിനാ കീറണ? കീറണ്ടെന്നേ. കഴിച്ചു കഴിഞ്ഞിട്ട് പകുതി ഭാഗം അങ്ങോട്ട് മടക്കുക, പകുതി ഭാഗം ഇങ്ങോട്ട് മടക്കുക. എല്ലാവർക്കും സന്തോഷം. നല്ല സ്വാമിയാ. ഇതാണ് ആചാരം. എന്ത് ചെയ്യാം? അപ്പൊ ആചാരം ദേശത്തിനനുസരിച്ച് മാറും, കാലത്തിനനുസരിച്ച് മാറും. എങ്കിലും എല്ലാ ദേശത്തും എല്ലാ കാലത്തും നല്ലത് ചീത്ത എന്നുള്ളത് ഉണ്ടാവും. വിലക്കപ്പെട്ടതും വിധിക്കപ്പെട്ടതും ഉണ്ടാവും. ആ വിലക്കപ്പെട്ടതിനെ നമ്മൾ ഒഴിവാക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ദുശ്ചരിതന്മാരാണ്. അങ്ങനെ ദുശ്ചരിതന്മാർക്ക് അതാണ് ശ്രുതി സ്മൃതി അവിഹിതാത് പാപകർമ്മണ. പാപകർമ്മങ്ങളിൽ നിന്ന് പിന്തിരിയണം. മറ്റുള്ളവരെ ഉപദ്രവിക്കുക, അത് തന്നെ പ്രധാനം പാപകർമ്മം. നാപി ഇന്ദ്രിയ ലൗല്യാത്. ഇന്ദ്രിയ ലൗല്യാത്, ഇന്ദ്രിയ ലോലത, ലോലഭാവം. മലയാളത്തിലും പറയാറില്ലേ ലോലഭാവം എന്ന് പറയാറുണ്ട്. ഇന്ദ്രിയ ലോലുപത പറയാറുണ്ട്. സൗമ്യനോ? ലോലുപത എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ കുടുങ്ങി മയങ്ങി ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുക. സ്ത്രീ ലോലുപ, പുരുഷ ലോലുപ, ഒക്കെ പറയാം. വിഷയലോലുപത, ഇന്ദ്രിയ ലൗല്യാത്. അശാന്ത അനുപരത നാപി അസമാഹിത. അസമാഹിത ഏകാഗ്രമനസ്കനല്ലാത്തവൻ, ഏകാഗ്രമനസ് വന്നിട്ടില്ലാത്തവൻ. വിക്ഷിപ്ത ചിത്ത, എപ്പോഴും തിളച്ചുകൊണ്ടിരിക്കുന്ന ചിത്തത്തോട് കൂടിയവൻ. വിക്ഷിപ്ത ചിത്ത. സമാഹിത ചിത്ത. അപ്പൊ പറയാണ്, അവിടെ ഭാഷ്യകാരൻ പറയാണ്, സമാഹിത ചിത്തനായാലും ദോഷമുണ്ട്. ഒരാൾ സമാഹിത ചിത്തനാണ്, പക്ഷെ അയാൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത്? സാധന ഫലാർത്ഥിത്വാത്, സമാധാന ഫലാർത്ഥിത്വാത്. എൻ്റെ മനസ്സ് ഞാൻ അടക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഇതിൻ്റെ ഫലം എനിക്ക് വന്നു ചേരും, ഈശ്വരാനുഗ്രഹം ഉണ്ടാവും എന്നൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ പോയില്ലേ? അപ്പം അവിടെ സകാമനായി. എൻ്റെ മനസ്സ് തന്നെ അടക്കിയിട്ടുണ്ട്, അപ്പം ഈ മനസ്സ് അടങ്ങിയോണ്ട് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും, അത് കിട്ടും ഇത് കിട്ടും എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ പോയി. ഭഗവാനെ എന്നിൽ പ്രസാദിക്കണേ, പോയി. ഇതുവരെ ഉണ്ടാക്കിയതൊക്കെ പോയി. ആണല്ലോ, അതല്ലേ പറഞ്ഞത്. ഇങ്ങനെയുള്ളതായ സമാധാന ഫലാർത്ഥിത്വം ഉണ്ടെങ്കിലും പറ്റില്ല. നാപി അശാന്തമാനസ വ്യാപൃത ചിത്ത. തിളച്ചുകൊണ്ടിരിക്കുന്ന മനസ്സ്, വ്യാപൃത, എപ്പോഴും വ്യാപരിച്ചുകൊണ്ടിരിക്കുക. അതെന്താ അങ്ങോട്ട് അങ്ങനെ ഒരു അടക്കല്ല, ഈ ഇരിക്കപ്പുറതിയില്ല, അങ്ങനെയുള്ള മനസ്സ്.
ഇങ്ങനെയുള്ളവർക്ക് പ്രജ്ഞാനേന ബ്രഹ്മവിജ്ഞാനേന ഉപനിഷദാദി അധ്യയനം കൊണ്ട് പ്രജ്ഞാനം നേടിയാൽ ആ പ്രജ്ഞാനം കൊണ്ടൊരിക്കലും പ്രകൃതമാത്മാനം നാപ്നുയാത്, ഈ പ്രകൃതമായ ആത്മജ്ഞാനത്തിലേക്ക് ഉയരില്ല. അവർക്ക് പണ്ഡിതന്മാരായിട്ട് അറിയപ്പെടാം, പുസ്തകങ്ങൾ എഴുതാം, വ്യാഖ്യാനിക്കാം, ദക്ഷിണ മേടിക്കാം, മറ്റുള്ളവർ വലിയ വിദ്വാനെന്ന് വിളിക്കും, ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ തനിക്ക് കൃതാർത്ഥത ഉണ്ടാവില്ല. തൻ്റെ പൊല്ലാപ്പ് തനിക്കല്ലേ അറിയുള്ളൂ. അതാണ് അതാണ് ആ അതാണല്ലോ കുരുത്തക്കേടുകളെല്ലാം ചെയ്യാൻ കഴിഞ്ഞിട്ടും ചെയ്യാതിരിക്കുന്നതല്ലേ കേമത്വം. അതാണ് വേണ്ടത്. മറ്റൊന്നും എനിക്ക് ശക്തിയിൽ എണീറ്റ് നടക്കാൻ ജീവനില്ല, അപ്പം ഞാൻ നിന്നെ തിരിച്ചടിക്കുന്നില്ല, അഹിംസ. വയറിൽ സുഖമില്ല, ഭക്ഷണം കഴിക്കാൻ വയ്യ, അതുകൊണ്ട് ഞാൻ ഉപവാസമാണ്. അതെങ്ങനെയാണ് ഉപവാസാവുക? പട്ടിണിയാന്നേ പറയാൻ പറ്റുള്ളൂ. വികാരഹേതൗ സതിവിക്രിയന്തേ യേഷാം ന ചേതാംസി തയേവ ധീരഃ. വികാരഹേതുക്കൾ ചുറ്റിലും ഉണ്ടായിരിക്കെ ആരുടെ മനസ്സ് ഇളകുന്നില്ലയോ അവൻ മാത്രമാണ് ധീരൻ. എന്താത് ചെവി കേൾക്കണില്ല, പാട്ട് കേൾക്കണില്ലേ? നല്ല പാട്ട്, ബാലമുരളീകൃഷ്ണന്റെ പാട്ടാണ്. എവിടെ കേൾക്കണില്ലല്ലോ, എന്ത് കാര്യമുള്ളത്? ഇന്ദ്രിയം പോയി. നിന്നെ ഞാനിപ്പോൾ അടിക്കണില്ല കേട്ടോ, എന്ത് എണീക്കാൻ വയ്യണ്ടേ, പിന്നെ അടിക്കാൻ ബടി പൊക്കണ പോയിട്ട് എഴുന്നേൽക്കാൻ വയ്യ. അതിലെന്തർത്ഥമുള്ള? ഒരർത്ഥവും ഇല്ല. യസ്തു എന്നാൽ യാതൊരുവനാണോ ദുശ്ചരിതാത് വിരതഃ, ദുശ്ചരിതങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞവൻ, ഇന്ദ്രിയ ലൗല്യാത് വിരതഃ, ഇന്ദ്രിയ ലൗല്യങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞവൻ, സമാഹിത ചിത്തഃ, അടക്കമുള്ള മനസ്സോട് കൂടിയവൻ, സമാധാന ഫലാദപി ഉപശാന്ത മനസ്സ, സമാധാനത്തിന്റെ ഫലം പോലും ആഗ്രഹിക്കാത്തവൻ. അങ്ങനെയുള്ള ആള് ആചാര്യവാൻ, ആചാര്യനോടൊത്തവൻ. അത് പ്രത്യേകിച്ച് കൂട്ടിച്ചേർത്ത, അത് മൂലത്തിലില്ലാട്ടോ, അത് ഉപനിഷത്തിലില്ല, ഭാഷ്യകാരൻ കൂട്ടിച്ചേർത്ത്. ഇതാണ് ഭാഷ്യം എന്ന് പറഞ്ഞാൽ. ആചാര്യവാൻ, ആചാര്യനോടൊത്തവൻ. ഒക്കെ ഉണ്ടെങ്കിലും ആചാര്യം വേണം. ആചാര്യനിൽ നിന്ന് വേണം ശ്രവണം ചെയ്യാൻ, അല്ലാണ്ട് തർക്കം കൊണ്ട് നേടേണ്ടതല്ല ഇത്. ആചാര്യവാൻ പ്രജ്ഞാനേന, പ്രജ്ഞാനം കൊണ്ട് യഥോക്തം ആത്മാനം പ്രാപ്നോതി ഇത്യർത്ഥഃ, പറയപ്പെട്ട ആത്മാവിനെ നേടുക തന്നെ ചെയ്യും. യസ്തു അനേവം ഭൂതഃ, യസ്തു അനേവം ഭൂതഃ, ഇങ്ങനെയല്ലാത്തവൻ, ഇങ്ങനെയല്ലാത്തവൻ ഒരു വസ്തു മനസ്സിലാവില്ല. അത് തന്നെ. അങ്ങനെ അല്ലാത്തവനൊന്നും മനസ്സിലാവാൻ പോണില്ല. അതെന്താ കാരണം? യസ്യ ബ്രഹ്മച ക്ഷത്രം ച ഉഭേ ഭവത ഓദനഃ മൃത്യുർയസ്യോപസേചനം ക ഇത്ഥാവേദ യത്ര സഹ. യസ്യ ബ്രഹ്മച ക്ഷത്രം ച ഉഭേ ഭവത ഓദനഃ മൃത്യുർയസ്യോപസേചനം ക ഇത്ഥാവേദ യത്ര സഹ. അപ്പൊ നേരത്തെ എന്താ പറഞ്ഞത്? സ്വയം താൻ തന്നെ തന്നെ അറിയുന്നു എന്ന് പറഞ്ഞു. എപ്പോ? നേരത്തെ പറഞ്ഞു, യമേവൈഷ വൃണുതേ തേന ലഭ്യ തസ്യൈഷ ആത്മാ വിവൃണുതേ തനൂം സ്വാം എന്ന് പറഞ്ഞു. അതിൻ്റെ തുടർച്ചയായിട്ട് പറയുകയാണ്, യസ്യ ബ്രഹ്മജ ക്ഷത്രം ച ഉഭേ ഭവത ഓദനഃ. യാതൊരുവന് ബ്രഹ്മവും ക്ഷത്രവും രണ്ടും രണ്ട് ചോറുരുളകളാണോ? ഇപ്പോൾ ചോറിൻ്റെ വർത്താനം പറയാത്താ നല്ലത് അല്ലേ? ഓദനഃ, ഓദനം ചോറ്. ബ്രഹ്മതേജസ്സും ക്ഷാത്രവീര്യവും.
മൃത്യുർ യസ്യോപസേചനം, മൃത്യു ഒരു ഉപസേചനമാണ്. സേചനം പോലും അല്ല. സേചനം വെച്ചാൽ കൂട്ടാൻ, കറി. സേചനം എന്ന് പറഞ്ഞാൽ കറി കൂട്ടാൻ. ഉപസേചനം എന്ന് പറഞ്ഞാൽ ഒരു രണ്ടാം കറി. അതേതാ? ഒന്നുകിൽ ഉപ്പേരിയോ അല്ലെങ്കിൽ ഒരു തൊട്ട് നക്കാനുള്ള അച്ചാറോ വല്ല ഉപ്പിലിട്ടതോ അങ്ങനെയൊക്കെ ഇല്ലേ, അതിനാണ് ഉപസേചനം. രണ്ടാം കറി അല്ലെങ്കിൽ ഒരു ചമ്മന്തി. സഹ കഹ ഇത് ഇത്ഥാവേദ, അവൻ ആരാന്നിപ്പോ എങ്ങനെ അറിയും? ആരറിയും? കൈത്താവേദ, ആരറിയും അവനെ? വെറുതെ പറയാണ്. ഞാൻ ആത്മാവിനെ അറിഞ്ഞു, ഞാൻ ബ്രഹ്മത്തെ അറിഞ്ഞു എന്നൊക്കെ വെറുതെ പറയാണ്. സ്വയമേവാത്മനാത്മാനം, അതാണ്. സ്വയമേവ താൻ തന്നെ അറിയാണ്, അല്ലാണ്ട് അറിയപ്പെടുന്ന ഒന്നല്ല അത്. അതങ്ങനെ അറിയപ്പെടുന്നതല്ല, അത്ര ഗഹനമാണ്. നോക്കൂ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിലയ്ക്ക് നിർത്തുന്ന ശക്തികളാണ് ബ്രഹ്മവും ക്ഷത്രവും. ഈ പ്രപഞ്ചം മുഴുവൻ ധരിക്കപ്പെടുന്നത് ഈ രണ്ടിനാലാണ്. ഓരോ രാഷ്ട്രവും ധരിക്കപ്പെടുന്നത് ഈ രണ്ടിനാലാണ്. ഓരോ വ്യക്തിയും ധരിക്കപ്പെടുന്നത് ഈ രണ്ടിനാലാണ്. നമ്മളിലൊക്കെ ഈ രണ്ടും വേണം, അറിവും കരുത്തും. അറിവും വേണം, കരുത്തും വേണം. ശാന്തിയും വേണം, ശക്തിയും വേണം. അറിവും വേണം, ആയുധവും വേണം. രണ്ടും വേണം. അറിവ് കുറേ ഉണ്ട്, കരുത്തില്ലാച്ചാലോ വല്ല കാര്യമുണ്ടോ? വിഷ്ണുവിൻ്റെ രൂപം നോക്കിയാൽ മതി. 4 കൈ, 2 എണ്ണത്തിൽ ശാന്തിയാണ്, 2 എണ്ണത്തിലോ ശക്തിയാണ്. ഒരു അസ്ത്രവും ഒരു ശസ്ത്രവും, ചക്രവും ഗദയും. മറ്റേ കൈയിലോ താമരയും ശംഖവും. അതാണ് ആ വിഷ്ണു സ്ഥിതിപാലകനായി നിൽക്കുന്നത്. ഈ രണ്ടിൻ്റെയും ബാലൻസാണ്. നേരെ മറിച്ച് വിഷ്ണു ഗദയും ചക്രവും താഴെ വെച്ചു എന്ന് വിചാരിച്ചോളൂ. ഒന്ന് മനസ്സിൽ വിചാരിക്കുക. ഗദയും താഴെ വെച്ചു, ചക്രയും താഴെ വെച്ചു. എന്താ ഉണ്ടാവുക? കണ്ടോ വന്നിട്ട് താമരയും ശംഖ് കൊടുത്തു കൊണ്ടുപോകും. ഒരു സംശയവും ഇല്ല. 1 മിനിറ്റ് കൊണ്ട് കൊണ്ടുപോകും ശംഖ്, താമരയും കൊണ്ടുപോകും. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഒരല്പം ഒന്ന് താണു നോക്കുക, അപ്പോൾ കാണാം നിങ്ങളെ സ്വത്തും പണവും എല്ലാം കൊണ്ടുപോകാൻ ആളുണ്ടാവും. കരുത്ത് വേണം, ശക്തി, ആയോധന ബലം, ആയുധ ബലം, മനക്കരുത്ത്, എല്ലാ തരത്തിലുള്ള ശക്തി വേണം. എന്നാൽ ശക്തി മാത്രം മതിയോ? അതുപോലെ അറിവ് വേണം. ബ്രഹ്മ തേജസ്സും വേണം, ക്ഷാത്രവീര്യവും വേണം. വളരെ മനോഹരമായിട്ട് ഗീത മുഴുവൻ കേട്ട സഞ്ജയൻ ആഖ്യാനം ചെയ്തു. എത്ര യോഗേശ്വര കൃഷ്ണോ യത്ര പാർത്ഥോ ധനുർധരഃ തത്ര ശ്രീ വിജയോ ഭൂതിർ ധ്രുവാനീതിർമതിർമമ. ഇതൊരു മനോഹരമായിട്ടാ. എവിടെയാണോ യോഗേശ്വരനായ കൃഷ്ണനുള്ളത്, എവിടെയാണോ ധനുർധരനായ പാർത്ഥനുള്ളത്, അവിടെയാണ് ക്ഷേമരാഷ്ട്രം ഉണ്ടാവുക. ക്ഷേമരാഷ്ട്രത്തിൻ്റെ ലക്ഷണങ്ങളാണ് 4 ക്ഷേമരാഷ്ട്രം എന്ന് പറഞ്ഞാൽ വെൽഫെയർ സ്റ്റേറ്റ് എന്ന് ഇംഗ്ലീഷ് പറയാറുണ്ട്. ക്ഷേമരാഷ്ട്രം എന്താണ്? ക്ഷേമരാഷ്ട്രം എന്തൊക്കെ വേണം? ശ്രീ, ഐശ്വര്യം വേണം, എല്ലാ മേഖലയിലും ഐശ്വര്യം വേണം. വിജയ, എല്ലാ മേഖലയിലും വിജയം വേണം. സ്പോർട്സിൽ, ആർട്സിൽ, യുദ്ധത്തിൽ, എല്ലാത്തിലും, സംഗീതത്തിൽ, നൃത്തത്തിൽ, എല്ലാത്തിലും വിജയം വേണം. ടെക്നോളജിയിൽ, എല്ലാത്തിലും വിജയം. ഭൂതിഹി, മഹിമ, എല്ലാവരും ബഹുമാനിക്കണം. ലോകരാജ്യങ്ങൾ മുഴുവൻ ഏറ്റവും വലിയ സമ്മാനം കൊണ്ട് ബഹുമാനിക്കുകയാണ് ഭാരതത്തെ. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയെ എല്ലാ രാജ്യങ്ങളും അവരുടെ പരമോന്നത ബഹുമാനം കൊടുത്തു.
അത് നമുക്കുള്ളതാ, ഭാരതത്തിനുള്ളതാ. ഇതിനു മുമ്പ് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നോ? ഇല്ല. കാരണം നമ്മൾ അടിമയായിട്ട് നിൽക്കുക, മറ്റവൻ്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുകയാണ്. ഇപ്പം അതല്ല, തല ഉയർത്തി നിൽക്കുക. അപ്പം എല്ലാവരും ദാ ദാ ഭൂതിഹി ധ്രുവാനീതിഹി, നിത്യമായ നീതി നിർവഹണം വേണം. നിത്യമായ നീതി നിർവഹണം ഇല്ലെങ്കിൽ അത് ക്ഷേമരാഷ്ട്രമല്ല. അതിവിടെ ഇനി ഒരുപാട് നേരെയാവാനുണ്ട്. അത്യബദ്ധാണ്, അത്യബദ്ധാണ്. എത്ര കോടി കേസുകളാ കെട്ടിക്കിടക്കണമെന്ന് അറിയില്ല കോടതികളിൽ. സുപ്രീം കോടതിയും ഹൈക്കോടതികളും ജില്ലാ കോടതികളും മാത്രം കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കോടി കേസുകളാണ് കെട്ടിക്കിടക്കണമെന്ന് ഒന്ന് പഠിച്ചു നോക്കൂ. തീർപ്പാവാതെ 10, 40, 50 കൊല്ലമായിട്ട് കേസുകൾ കിടക്കുക. എന്നിട്ട് അവരാണ് ഗവർണർമാരോട് പറയണത്, എന്ത്, നിങ്ങൾ ഫയലുകൾ താമസിപ്പിക്കരുത്. ഇത് നമ്മൾ പറഞ്ഞ അപ്പം പറയും കോടതി അലക്ഷ്യം. ഒന്ന് ആലോചിച്ച് നോക്കൂ. അത്യബദ്ധം. കൊളോണിയൽ സിസ്റ്റം അതേപടി തുടരുന്നു. അവധികളാ. എന്തിനാ? പൈസ 12 മാസവും വാങ്ങും, എന്നിട്ട് ഉഷ്ണകാലാവധി. എന്തിന്? എന്താ ആവശ്യത്തിന്? എന്നാൽ ബാക്കി എല്ലാവർക്കും അതുപോലെ വേണ്ടേ? മിണ്ടാൻ പാടില്ല. കാരണം അവർ തന്നെ കൊളീജിയം സിസ്റ്റത്തിൽ ഒരു കൂട്ടുകെട്ടാണ്. അത് മാറ്റണമെന്ന് നരേന്ദ്രമോദി ഒന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ബഹളായി. ചിന്തിക്കുക. അത്യബദ്ധം. ഗുരുനാഥന്റെ കാല് പൂജിച്ചപ്പോൾ കേസ്, അപ്പുറത്ത് ലിംഗാഗ്ര ചർമ്മം മുറിച്ചാൽ കേസില്ല. എവിടെയാ നീതിയുള്ള? ഹിന്ദുവിൻ്റെ സ്ഥാപനം മുഴുവൻ സർക്കാർ കൊണ്ടുപോവുക. നമുക്കൊരു പ്രശ്നം ഇല്ലേനു, നമ്മൾ പറഞ്ഞിട്ടിട്ടാണല്ലോ. എന്നാലും കൊണ്ടുപോയി ഭണ്ഡാരത്തിലിടും. കൃഷ്ണ, ഗുരുവായൂരപ്പാ എന്നാ പിടിച്ചോ. ഇത് ഹിന്ദുവിന് വിരുദ്ധമായിട്ടാണ് ഉപയോഗിക്കപ്പെടുന്നതെന്ന് ബുദ്ധിവന് വേണ്ടേ ഇടുന്നവന്? ആദ്യം കൃഷ്ണൻ രക്ഷപ്പെടട്ടെ, എന്നിട്ട് മതിയല്ലോ അവിടെ പൈസ ഇടുക. എന്താ സംശയം? അയ്യപ്പൻ സ്വയം അവൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടട്ടെ, എന്നിട്ട് അയ്യപ്പന് പൈസ ഇടുക. അതുവരെ പൈസ അയ്യപ്പന് കൊടുക്കണ്ട. അവിടെ പോയാൽ തൊഴുക, മുമ്പിൽ ആരെങ്കിലും വിശന്നിരിക്കുന്നുണ്ടാവും, അവർക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കുക. ഭണ്ഡാരത്ത് പൈസ ഇടാതിരിക്കുക. ഇത് മാലയെല്ലാം അയച്ചു കൊടുക്കുക ഗുരുവായൂരപ്പൻ. ഗുരുവായൂരപ്പൻ വല്ലതും പറഞ്ഞോ? ഈ കള്ളന്മാർ കൊണ്ടുപോകല്ലാണ്ട്. എത്ര കോടിയാണ് ഡെപ്പോസിറ്റ്? അതിലെത്ര കോടി കോപ്പറേറ്റീവ് ബാങ്കുകളിലാണ്? 600 ചില്ലാൻ കോടി രൂപ കോപ്പറേറ്റീവ് ബാങ്കുകളിലാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ടുള്ളത്. 600 ചില്ലാൻ കോടി രൂപ. അത് മുഴുവൻ ഇടതുപക്ഷം ഭരിക്കുന്ന ബാങ്കുകളാണ്. ദേവസ്വത്തിൻ്റെ പണം. എന്നിട്ട് ഇവൻ കൊണ്ടുപോയിടും പൈസ. ഭഗവാനെ, ചിദാനന്ദ സ്വാമി പറഞ്ഞത് കേട്ടത് കൊണ്ടുള്ള പാപം തീരണേ. ഇത്ര പഠിക്കാത്തൊരു വർഗം ഹിന്ദുവിനെ പോലെ വേറെ ആരുമില്ല. അതെ, ചിന്തിക്കുക. അപ്പൊ ഗുരുവായൂർ പോകണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ഗുരുവായൂർ പോയിട്ട് പ്രാർത്ഥിക്കുക, ഭഗവാനെ നീ ഒന്ന് വരെ പിടിയിന്ന് രക്ഷപ്പെടുക. സ്വയം രക്ഷപ്പെട്ട് കാണിക്കും. നല്ല നിനക്ക് എന്നെ രക്ഷപ്പെടുത്തിക്കാൻ പറ്റും. സ്വയം രക്ഷപ്പെടാത്ത ആൾക്ക് എങ്ങനെയാ വേറെയുള്ളവരെ രക്ഷപ്പെടുത്തിക്കാൻ പറ്റുക? നീ ഒന്ന് രക്ഷപ്പെടി വരെ പിടിയുന്ന ഒന്ന് പ്രാർത്ഥിക്കൂ പോയിട്ട്. അതിന് ഫലം ഉണ്ടാവും. ആരും കേൾക്കണ്ട. പേടിയുണ്ടെങ്കിൽ നല്ല പറഞ്ഞാൽ മതി ഭഗവാനോട്. തമാശ പറയാന്ന് വിചാരിക്കരുത്. അപ്പൊ ഇവിടെ നീതി, തുല്യ നീതിയില്ല. ഒരു ക്ഷേമരാഷ്ട്രം എന്ന് പറഞ്ഞാൽ ശ്രീ വിജയ ഭൂതിഹി ധ്രുവാനീതി. ഇത് രണ്ടും ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? യോഗേശ്വരനായ കൃഷ്ണൻ വേണം. അറിവിൻ്റെ മൂർത്തിയായ, അഖില യോഗങ്ങൾക്കും ഈശ്വരനായ ബ്രഹ്മ തേജസ്, വേദം, ജ്ഞാനം പോരാ. ആ കൃഷ്ണൻ ഉണ്ടായിട്ട് ഒരു കാര്യവും ഇല്ല.
ധനുർധരനായ പാർത്ഥൻ വേണം, വില്ലേന്തിയ പാർത്ഥൻ. കരഞ്ഞു കലങ്ങിയ കണ്ണോടുകൂടി ഇരിക്കുന്ന പാർത്ഥനല്ല, വില്ലേന്തിയ പാർത്ഥൻ. ആ ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അന്നേരം അമ്പെയ്യാൻ പ്രാപ്തിയുള്ള ക്ഷാത്ര തേജസ് വേണം. ബ്രഹ്മ തേജസ്, ക്ഷാത്ര വീര്യം, ഇത് രണ്ടും ഒത്തുകൂടിയാൽ മാത്രമേ ക്ഷേമരാഷ്ട്രമാകൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ആരുടെ അഭിപ്രായം? സഞ്ജയൻ്റെ അഭിപ്രായം. ആരുടെ അഭിപ്രായം? ഭഗവത്ഗീതയുടെ അഭിപ്രായം. ആരുടെ അഭിപ്രായം? ഉപനിഷത്തുക്കളുടെ അഭിപ്രായം. കാരണം ഉപനിഷത്ത് സാരമാണ് ഗീത. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. അതാ പറയണത്, ഈ ബ്രഹ്മവും ക്ഷത്രവുമാണ് പ്രപഞ്ചത്തെ നിലനിർത്തുന്നത്, ധർമ്മത്തെ നിലനിർത്തുന്നത്. ഇതിൽ ബാലൻസ് തകരാറ് വന്നാൽ പോയി. ഇത് തകരാറ് വന്നതാണ് നമുക്ക് പറ്റിയത്. ഈ ബ്രഹ്മക്ഷത്രങ്ങൾക്ക് തകരാറ് വന്നു. എപ്പോൾ തുടങ്ങിയെന്ന് ചോദിച്ചാൽ, ഭാരതത്തെ സംബന്ധിച്ച് ബൗദ്ധരുടെ വരവിന് ശേഷം, പ്രത്യേകിച്ച് അശോകന് ശേഷം. അശോകനാണ് നാശത്തിന് കാരണമായത്. അതുകൊണ്ട് നമ്മൾ അശോകനെ വിളിക്കും മഹാനായ അശോകൻ. അശോക ദി ഗ്രേറ്റ്. അയാൾക്ക് വിരക്തി വരണ്ടെന്ന് പറഞ്ഞിട്ടില്ല, അയാൾക്ക് അഹിംസാവാദം വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അഹിംസാവാദം വന്നാൽ അയാൾ ആദ്യം ചെയ്യേണ്ടത് രാജപദവി രാജിവെക്കണം. എന്നിട്ട് മക്കൾക്ക് ബാക്കിയുള്ളവർക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. കൊണ്ടുനടക്കാൻ കഴിവുള്ളവൻ കൊണ്ടുനടക്ക്, ഞാൻ സന്യസിച്ച് പോവുകയാണ്. ഇത് ആയുധം എടുക്കാണ്ട് രാജാവായിരുന്ന എങ്ങനെ ഉണ്ടാവും? ഇതാണ് നമുക്ക് പറ്റിയത്. അഹിംസ 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 എന്ന് പറഞ്ഞു. അഹിംസ പരമോധർമ്മം. ആര് പറഞ്ഞു? അഹിംസ എന്നല്ല, ഹിംസ വേണ്ടടുത്ത് ഹിംസ വേണം, അഹിംസ വേണ്ടടുത്ത് അഹിംസയും വേണം. നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്നുണ്ടല്ലോ, നല്ല സുഖമായി സുന്ദരമായിട്ട് ഒരു പരിഭ്രമവും ഇല്ലാതെ. ഇതപ്പം ഭക്ഷണം കഴിക്കാൻ പോകാൻ നേരം വൈകിയിട്ടുണ്ട്. ഇത്രയും സുഖമായിട്ടാണ് അവിടെ ഇരിക്കണത്. എന്തുകൊണ്ടാണ്? നമ്മുടെ ജവാന്മാർ അതിർത്തിയിൽ കാവൽ നിൽക്കണോണ്ടാ. ജവാന്മാരവിടെ ജീവൻ പണയം വെച്ച് ആയുധവുമായി നിൽക്കണോണ്ടാണ് നമ്മളിവിടെ ഇരുന്ന് ചർച്ച ചെയ്യണത്. ഇത് നമ്മൾ ഓർമ്മിക്കണം, ഇത് മറക്കരുത്. ഈ ബ്രഹ്മവും ക്ഷത്രവും രണ്ടും വേണം. പക്ഷെ പറഞ്ഞിട്ട് എന്താ? ആ പരമാത്മാവിൻ്റെ മുമ്പിൽ ഇത് രണ്ടും ചോറുള്ള പോലെയാ. അത്രയേ ഉള്ളൂ. ആദ്യം ബ്രഹ്മക്ഷത്രങ്ങളുടെ മഹിമ പറഞ്ഞു, എന്നിട്ട് പറയും ഇത്രയൊക്കെ മഹിമ ഉണ്ട് ബ്രഹ്മക്ഷത്രങ്ങൾക്ക്, എങ്കിലും ആ പരമാത്മാവിൻ്റെ മുമ്പിൽ എന്താണിത്? ഒന്നുമല്ല. ബ്രഹ്മവും ഇല്ല, ക്ഷത്രവും ഇല്ല. പിന്നെ ഈ ലോകരെ മുഴുവൻ പേടിപ്പിക്കണം, എല്ലാവരെയും നിലയ്ക്ക് നിർത്തുന്ന ആളാണ് ആര്? മൃത്യു. നമുക്കൊക്കെ മൃത്യു പേടിയില്ല? ഒന്ന് ആലോചിച്ച് നോക്കും, മരിക്കണത് പേടിയില്ല? വെറുതെ പറയരുത്. ഇപ്പം പേടിയില്ല എന്നൊക്കെ പറയും ചിലർ. വന്നു നോക്കണം, അപ്പം കാണാം. അതിൻ്റെ ഒരു ലക്ഷണം വന്നു നോക്കണം. രോഗം വന്ന് കഷ്ടപ്പെടണം, അപ്പം കാണാം. അയ്യോ എന്നും പറഞ്ഞ് കരയും. അത് മരണം വരുന്നതിൻ്റെ മുന്നിൽ വന്നതാ. സന്തോഷമായിട്ട് സ്വീകരിച്ചോളൂ. നിങ്ങളല്ലേ പറഞ്ഞ മരണത്തെ പേടിയില്ല എന്ന്. അയ്യോ എൻ്റെ സ്വാമി, ഞാൻ അതല്ല പറഞ്ഞത്, മരണത്തെ പേടിയില്ല എന്നാ പറഞ്ഞത്, രോഗത്തെ പേടിയില്ല എന്ന് പറഞ്ഞിട്ടില്ല. രോഗം മരണത്തിൻ്റെ മുൻപ് വരുന്നതാ. രാജാവൊക്കെ നേരം കെട്ട് വരുമോ? ആദ്യം തന്നെ അറിയിപ്പ്, അങ്ങനെയൊക്കെയല്ലേ വരുള്ളൂ. അപ്പോൾ നമുക്ക് ഏറ്റവും പേടി മരണത്തെയാണ്. സത്യമല്ലേ? മരണത്തെ പേടിയില്ല? ഉണ്ട്, മരണഭയമുണ്ട്. ഈ മരണം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയെങ്കിലും ജീവിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മളൊക്കെ എന്തൊക്കെ കാട്ടി കൂട്ടുമായിരുന്നു ഭഗവാന്. മരണം കൂടി ഇല്ലായിരുന്നെങ്കിൽ, മരണം ഉണ്ടായിട്ടെന്നെ എങ്ങനെയാ? മരണം കൂടി ഇല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെയൊക്കെ ജീവിതം? അപ്പം നമ്മളെല്ലാം ഭരിക്കുന്നത് മരണമാണ്. ആ മരണം അവിടെ വെറും ഒരു തൊട്ടുകൂട്ടാനാ, ഒരു കറി പോലും അല്ല, ഒരു അച്ചാറ്, ഒരു ഉപ്പിലിട്ടത്, അത്രയേ ഉള്ളൂ. അത്ര നിസ്സാരമാണ്. അങ്ങനെയുള്ള ആ പരമാത്മ തത്വത്തെ ഇത്തമിതി, ഇപ്രകാരമാണ് അതെന്ന് കവേദാരറിയും? ആരും അറിയാൻ പോകുന്നില്ല. ഞാനാണ് സ്വരൂപം എന്ന് ബോധിച്ചാൽ ബോധിച്ചു. അല്ലാതെ എൻ്റെ ബുദ്ധിവൈഭവം കൊണ്ട് ഞാൻ അതിനെ അറിയാമെന്ന് വിചാരിച്ച് അന്യമായി അറിയപ്പെടേണ്ട വസ്തുവായി അതിനെ കണ്ടറിയാൻ നോക്കുന്നവർക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല. കൈഥ വേദയത്രസ.
എൻ്റെ ഭാഷ്യം അല്പം കഴിഞ്ഞ് പഠിക്കാം. ഓം സഹനാ ഭവതു സഹനോ ഭുനക്തു സഹ വീര്യങ്കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി.